അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് റമദാനിൻ്റെ ഈ ദിനത്തിൽ നമ്മൾ പഠിക്കുന്ന, പരിചയപ്പെടുന്ന ഒരു ഹദീസ് പാഠത്തിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസ് ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള പ്രസിദ്ധമായ ആശയമുള്ള ഒരു ഹദീസാണ്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നമ്മെ അറിയിക്കുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം തനിക്ക് കടം വാങ്ങിച്ച് തിരിച്ചു തരാനുള്ള ഒരു ഗരീം എന്നാണ് അതിന് പറയുക, കടബാധ്യതയുള്ള ഒരാൾ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹം മുങ്ങി നടക്കുകയായിരുന്നു എന്നാണ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്. കടം മേടിച്ചത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാതെ മാറി നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടെത്തുന്നുണ്ട്. ഹദീസിൽ നമുക്കത് വായിക്കാം. സുമ്മ വജദഹു, പിന്നീട് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇന്നി മുഅ്സിറുൻ. അദ്ദേഹം പറഞ്ഞു, സത്യമായിട്ടും ഞാൻ വലിയ പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ്. നിങ്ങൾ തന്ന ആ സമ്പത്ത് തിരിച്ചു തരേണ്ട സമയത്ത് തിരിച്ചു തരാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പ്രയാസം പറഞ്ഞപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. ഫഖാല അള്ളാഹു ആണ് സത്യമാണോ ഈ പറയുന്നത്? നിങ്ങൾ പ്രയാസത്തിലാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി, അള്ളാഹു ആണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ച ആ കാശ് തിരിച്ചു തരാൻ ഇപ്പോൾ ഞാൻ അശക്തനാണ്. അപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ, ഖാല ഇന്നി സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ തിരുവചനം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിങ്ങനെയായിരുന്നു, മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമത്തി ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ ഔ യളഅ അൻഹു. എന്താണ് ഈ ഹദീസിൻ്റെ ആശയം? മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെയെങ്കിലും അന്ത്യദിനത്തിലെ പ്രയാസങ്ങളൊന്നിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തണം എന്ന് വല്ലവനും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽ യുനഫിസ് അൻ മുഅ്സിരിൻ. ഒരു പ്രയാസപ്പെടുന്നവന് ആശ്വാസം നൽകട്ടെ, ആ പ്രയാസത്തെ അകറ്റിക്കൊടുക്കാൻ ശ്രമിക്കട്ടെ. അതാണ് നഫസ യുനഫിസ് എന്ന് പറഞ്ഞാൽ. അത് ലഘൂകരിച്ചു കൊടുക്കുക, അകറ്റിക്കൊടുക്കുക, ദൂരീകരിച്ചു കൊടുക്കുക എന്നൊക്കെയാണ്. ഫൽ യുനഫിസ് അൻ മുഅ്സിരിൻ. വല്ലവനും നാളെ പരലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തപൂർണമായ ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തണമെന്ന്, അല്ലെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷം നൽകുമോ? സന്തോഷം നൽകാത്ത ആരുമില്ല. അങ്ങനെ സന്തോഷം നൽകുമെങ്കിൽ ദുനിയാവിൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? തൻ്റെ മുമ്പിൽ പ്രയാസപ്പെട്ടു വരുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ ആശ്വാസം നൽകണം എന്നതാണ്. ഇനി അതല്ലെങ്കിൽ യളഅ അൻഹു എന്നാണ്. അവനിൽ നിന്നും ഒഴിവാക്കി കൊടുക്കട്ടെ. ചിലതൊക്കെ കുറച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് ആ സാവകാശം നൽകുന്നതാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അതൊരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. മറ്റൊരുത്തനെ കഷ്ടപ്പെടുത്തലല്ല. ഒരുപക്ഷെ തനിക്ക് തരാനുള്ള സമ്പത്ത് സമയത്ത് മനഃപൂർവ്വമാവില്ല, പ്രയാസം കാരണത്താൽ തിരിച്ചു തരാൻ സാധ്യമാകാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, അത് സത്യസന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നതോ സമയം നീട്ടിക്കൊടുക്കുന്നതോ അവധി നീട്ടിക്കൊടുക്കുന്നതോ, ഇനി സാധിക്കുമെങ്കിൽ അദ്ദേഹം തന്നിൽ നിന്ന് മേടിച്ച സമ്പത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും കുറച്ചു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ അത് തന്നെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ടെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ആശയമുള്ള അനവധി വചനങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നിങ്ങനെയാണ്, വമൻ യസ്സറ അലാ മുഅ്സിരിൻ ഫിദ്ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുഅ്സിറിന്, ഒരു പ്രയാസപ്പെടുന്നവന്, ഒരു കഷ്ടപ്പെടുന്നവന്
ലഘൂകരിച്ചു കൊടുത്താൽ, അവന് ആശ്വാസം നൽകിയാൽ, അവൻ്റെ കഷ്ടപ്പാട് തീർക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. പലപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു സാവകാശം നൽകാനും പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാനും ഒരാശ്വാസം നൽകാനും ഒരുപാട് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷേ പല ആളുകളും അതിന് മുതിരാറില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും തന്നെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഒരു നല്ല വ്യക്തി, ഒരു വ്യക്തിത്വമുള്ള ആളാണ്, ഇങ്ങനെ അവധി നീട്ടിത്തരും, അല്ലെങ്കിൽ കടബാധ്യത ഒഴിവാക്കി തരും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് പറ്റിക്കാനോ പാടില്ല എന്നതുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രധാനപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, കടം മേടിക്കാതിരിക്കുക എന്നതാണ്. കടബാധ്യതയുള്ളവനാകാതിരിക്കുക എന്നതാണ്. കടബാധ്യത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് അള്ളാഹു റസൂൽ താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നമസ്കാരത്തിൽ പോലും തശഹുദിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അള്ളാഹുവെ, മഅ്സമിൽ നിന്നും മഗ്റമിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മഅ്സം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വർദ്ധിക്കലാണ്. മഗ്റം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കടക്കാരനാകലാണ്. അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടി വേണ്ടിയാണ്. നമ്മളും അത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കടബാധ്യതയിൽ എത്തിച്ചേരാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ഒരു വശം. രണ്ടാമത്തത്, അനിവാര്യമായ ഘട്ടത്തിൽ കടം ചോദിക്കാം. ഇസ്ലാം അത് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കടം ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതൊരു പരസ്പരമുള്ള സഹകരണത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കടം ചോദിച്ചവനോട് മാന്യമായി പെരുമാറുക, തൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കാമെങ്കിൽ അവന് കടം കൊടുക്കുക, അവനെ സഹായിക്കുക എന്നത് വളരെയധികം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടമല്ലാത്ത ഏതൊരു കടബാധ്യത ഇല്ലാത്ത ആളുകളും പ്രയാസപ്പെടുന്നവരുണ്ടാകുമല്ലോ പല രൂപത്തിൽ. അവരൊക്കെ മുഴസറുകളാണ്. അങ്ങനെയുള്ള മുഴസറുകളെയും പ്രയാസപ്പെടുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും കൂടി പരിഗണിക്കുകയും അവർക്ക് കൂടി വിട്ടുവീഴ്ച ചെയ്യാനോ മാപ്പ് നൽകാനോ സമയം നീട്ടിക്കൊടുക്കാനോ അതല്ലെങ്കിൽ അവരുടെ പ്രയാസം ലഘൂകരിക്കാനോ ഒന്ന് ഇടപെടാനോ ഒക്കെ സാധിക്കുമെങ്കിൽ അങ്ങനെ പറ്റുമല്ലോ. ചിലപ്പോൾ മറ്റൊരാൾ പ്രയാസപ്പെടുമ്പോൾ ഒന്ന് ഇടപെട്ടുകൊണ്ട്, ഒന്ന് സംസാരിച്ചുകൊണ്ട് അയാളുടെ പ്രയാസത്തിന് അറുതി വരുത്താൻ ശ്രമിക്കാൻ പറ്റും ഓരോ മനുഷ്യനും. അങ്ങനെ അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എളുപ്പമുണ്ടാക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം. അതുകൊണ്ട് റസൂലുള്ളാഹി യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണേ, പ്രയാസം ഉണ്ടാക്കരുത് എന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുക്കുകയും പ്രത്യേകിച്ചും ഈ റമദാനിൻ്റെ അവസാന നാളുകളിലൊക്കെ പ്രയാസപ്പെടുന്നവർ പല രൂപത്തിലും നമ്മളെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ സമീപിക്കാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ, അങ്ങനെയൊക്കെ റമദാനിന് ശേഷവും നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊരു അജണ്ടയായി കാണണം. മറ്റുള്ളവരെ സഹായിക്കാൻ, പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ, പ്രയാസങ്ങൾ അകറ്റാൻ, അവർക്കൊരു താങ്ങാകാൻ, ഒരു തണലാകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു അടയാളമാണ് ഒരു വിശ്വാസിയുടെ എന്ന് തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.